വെറും 12 ദിർഹംസിന് ജ്യൂസ് മെഷീനോ? അങ്ങനെ കിട്ടുമോ? രാവിലെ ഒരു കസ്റ്റമർ വന്നിട്ട് പ്രിന്റ് അടിച്ച് നോക്കും, പ്രിന്റ് കളർ വരുന്നില്ല. സംഭവം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രിന്ററിന് എങ്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റിയിട്ട് സെറ്റ് ആക്കി നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് കച്ചറാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതിനെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റെഡി ആക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം 1-2 മണിക്കൂർ പണിക്ക് ശേഷം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അലങ്കോലായിട്ട് കിടന്ന ഷോപ്പിന്റെ ബാക്ക് ഓഫീസ് നല്ല വൃത്തിയും മെനയായിട്ടുണ്ട്. പിന്നെ കുറച്ചധികം സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഡേ ടു ഡേയിലേക്ക് പോയി. ഡേ ടു ഡേ അല്ലട്ടാ, വേറെന്തോ ഗിഫ്റ്റ് സെന്റർ എന്നതിന്റെ പേര്. എന്തെങ്കിലും ആട്ടെ, സംഭവം അവിടെ എത്തിയിട്ടുണ്ട്. കുറെ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഈ സാധനം എന്റെ കണ്ണിൽപ്പെട്ടു. 12 ദിർഹംസിന് ഒരു പോർട്ടബിൾ ജ്യൂസ്. ആമസോണിൽ ഓൺലൈനിലോ 50 ദിർഹംസ് 60 ദിർഹംസ് റേറ്റ്. എന്നാൽ പിന്നെ ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണല്ലേ? എന്നാൽ പിന്നെ ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ ഫിലിപ്പീൻസിന്റെ ബനാന് ഒരു ബോട്ടിൽ പാലും. എന്നാൽ പിന്നെ നമ്മളെ കാര്യത്തിലേക്ക് എടുക്കാം, പരീക്ഷണം തുടങ്ങി നോക്കാം. നേരത്തെ എന്റെ പോക്കറ്റിലുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ട്, അതുകൂടി അത് പിന്നെ ഒരു പാക്കറ്റ് പിസ്തയും ആക്കിയിട്ട് അങ്ങനെ ബനാനയും പിസ്തയും ചോക്ലേറ്റിൽ ഇട്ടിട്ട് അതിന്റെ ഗ്ലാസ്സിൽ എടുത്തിട്ട് ഇറച്ചി മുറിക്കുന്ന കത്തിയായിട്ട് ആരും പേടിക്കണ്ട, പഴത്തിന് മാത്രം ഇട്ടു. പിന്നെ പഴത്തിനെ വെട്ടി തുണ്ടമാക്കി. ഇതിന്റെ ജാർ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മോഡലാണ് വരുന്നത്. ചോക്ലേറ്റും പിസ്ത എല്ലാ സാധനം അതിന്റെ തിട്ട്. പിന്നെ ഒരു ബോട്ടിൽ മിൽക്കും അതിൽ പൊട്ടി ചോദിച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിനു വെച്ചോ നല്ലോണം ജ്യൂസും കടിച്ച്. സംഭവം ജ്യൂസ് അടിയുന്നുണ്ട് കേട്ടോ, കണ്ട പോലല്ല, ആളൊരു ഭീകരനാണ്. ഇത് ജ്യൂസ് ആയിക്കോ നോക്കാം. ചെറുതായിട്ട് തരി കടിക്കുന്നുണ്ടെങ്കിലും ജ്യൂസ് കുഴപ്പമൊന്നുമില്ല. സംഭവം 12 ദിർഹംസിന് വർത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.